എടപ്പാൾ നീലിയാട്ടിൽ വിമുക്ത ഭടനെ ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വെങ്ങശ്ശേരി കൂട്ടാക്കിൽ ഗോവിന്ദൻകുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നീലിയാട്ടിൽ വാഹനങ്ങളുടെ സ്ക്രോപ്പുകൾ വിൽക്കുന്ന സ്ഥാപനത്തിന് സമീപമുള്ള പഴയ ഷെഡിന് പുറകിലുള്ള ചായ്പിലാണ് ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 73 വയസ്സായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏതാനും വർഷങ്ങളായി കുടുംബവുമായി ബന്ധമില്ലാതിരുന്ന ഗോവിന്ദൻകുട്ടി നീലിയാടും പരിസര പ്രദേശങ്ങളിലുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. 2 ദിവസം മുന്നേ മദ്യപിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കളുമായി തർക്കമുണ്ടായതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. വിമുക്ത ഭടനും മുൻ FICT ജീവനക്കാരനുമായിരുന്ന ഗോവിന്ദൻകുട്ടി കുമ്പിടി ഉമ്മത്തൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ ജോലിക്കാരനായിരുന്നു. 16-ാം തീയതി വരെ ജോലി ചെയ്തതിന്റെ ശമ്പളം 24,000 രൂപയോളം കയ്യിലുണ്ടായിരുന്നതായി അറിവ് കിട്ടിയെന്നും ഈ പണം നഷ്ടപ്പെട്ടതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭാര്യ രാജലക്ഷ്മി, മക്കൾ ഗിരീഷ്, ജ്യോതി, മഞ്ജു എന്നിവരാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.